ജനങ്ങളെ ഉദ്യോഗജനകമായി തങ്ങളോടൊപ്പം നിർത്താനുള്ള ചില നമ്പറുകൾ അവർ ഇറക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഈ പറയുന്ന 70 മണ്ഡലങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ LDF-നും UDF-നും ഭൂരിപക്ഷമില്ലാത്ത നെക്ക് ടു നെക്ക് പോരാട്ടം എന്ന തരത്തിൽ മണ്ഡലങ്ങളെ അവർ അവതരിപ്പിച്ചത്. അവിടെ അവർ ശ്രദ്ധേയമായ ചില സൂചനകൾ നൽകുന്നുണ്ട്. കായംകുളത്ത് ശ്രീ M. ലിജു, രാഷ്ട്രീയമായി വിജയിച്ചു വരേണ്ട ശ്രീ M. ലിജു ഈ പുതിയ സാഹചര്യത്തിലും ശ്രീമതി പ്രതിഭയ്ക്ക് പിന്നിൽ അത്ര മോശമല്ലെങ്കിൽ പോലും 4%-ലധികം വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നതെന്ന് അവർ പറയുന്നു. വടകരയെ പറ്റിയുള്ളതാണ് വളരെ ശ്രദ്ധേയം. കോഴിക്കോട് ജില്ലയിൽ വലിയ തരത്തിലുള്ള ഇടതുപക്ഷ വിരുദ്ധ സൂചനകൾ ചില മാധ്യമങ്ങൾ നൽകുമ്പോൾ സ്വാഭാവികമായി വടകരയിൽ കഴിഞ്ഞ പ്രാവശ്യം ശ്രീമതി രമയ്ക്ക് നേടിയ ഭൂരിപക്ഷം ഇരട്ടിയിലധികമാകുമോ എന്ന് സംശയിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വടകരയിൽ LDF-ഉം UDF-ഉം നെക്ക് ടു നെക്ക് 2.5% വ്യത്യാസത്തിൽ ഇവർ രണ്ടുപേരും മത്സരരംഗം കടുപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഗുരുവായൂരിനെ പറ്റിയുള്ള മാതൃഭൂമിയുടെ റിപ്പോർട്ടിംഗ്, അവരുടെ അന്വേഷണ ഫലം വളരെ ശ്രദ്ധേയവും ആശാവഹവുമാണ്. ഗുരുവായൂരിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്രയും വർഗീയമായ ചിന്തകൾ ഉയർത്തിവിട്ട ശ്രീ ഗോപാലകൃഷ്ണനും ടീമിനും അവിടുത്തെ ജനങ്ങൾ വലിയ തരത്തിൽ മറുപടി കൊടുക്കാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് മാതൃഭൂമി നൽകുന്നത്. മൊത്തം പോൾ ചെയ്യുന്ന വോട്ടുകളിൽ ഗോപാലകൃഷ്ണനും സംഘത്തിനും പരമാവധി ലഭിക്കാൻ സാധ്യത 19% വോട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഇടതുപക്ഷം വിജയം ആവർത്തിക്കും എന്ന സൂചന കൂടി നൽകുന്നുണ്ട്. നമുക്ക് കേരളത്തിലാകെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ പറ്റിയുള്ള അന്വേഷണങ്ങളിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ വലിയ കാറ്റുകൾ ഇല്ല എന്ന് പറയുമ്പോൾ നെക്ക് ടു നെക്ക് പോരാട്ടം നടത്തുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ അവരുടെ എണ്ണം 3 ഉയർന്നിരിക്കുന്നു. ചുരുക്കത്തിൽ മാതൃഭൂമിയുടെ അന്വേഷണത്തിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ സൂചനകൾ ഏതെങ്കിലും ഒരു മുന്നണിക്ക് പൂർണ്ണമായി അനുകൂലമല്ല എന്ന് പറയുമ്പോഴും പല അത്ഭുതങ്ങളും കേരളത്തിൽ സംഭവിക്കാമെന്നും NDA ഒറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ പൂഞ്ഞാറിനെ ഓർമ്മിപ്പിക്കും വിധം ഗുരുവായൂരിലെ ജനങ്ങളും തയ്യാറെടുത്തു എന്നുകൂടി നമുക്കിവിടെ ആശ്വസിക്കാം.